യോശുവ അധ്യായം 17. യോസഫിന്റെ ആദിയാതനായ മനശ്ശെയുടെ ഗോത്രത്തിന് ഓഹരി കിട്ടി. മനശ്ശെയുടെ ആദിയാതനും ഗിലെയാദിന്റെ അപ്പനുമായ മാഗീർ യുദ്ധവീരനായിരുന്നതുകൊണ്ട് അവന് ഗിലെയാദും ബാശാനും ലഭിച്ചു. മനശ്ശെയുടെ ശേഷം പുത്രന്മാരായ അബിയേസരിന്റെ മക്കൾ, ഹേലക്കിന്റെ മക്കൾ, അസ്രിയേലിന്റെ മക്കൾ, ഷേഖിമിന്റെ മക്കൾ, ഹേഫരിന്റെ മക്കൾ, ഷെമീദാവിന്റെ മക്കൾ എന്നിവർക്കും കുടുംബങ്ങളുമായ ഓഹരി കിട്ടി. ഇവർ കുടുംബങ്ങളുമായ യോസഫിന്റെ മകനായ മനശ്ശെയുടെ മക്കളായിരുന്നു. എന്നാൽ മനശ്ശെയുടെ മകനായ മാഗീറിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഹേഫറിന്റെ മകൻ ശെലോഫഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാരില്ലായിരുന്നു. അവന്റെ പുത്രിമാർക്ക് മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നീ പേരായിരുന്നു. അവർ പുരോഹിതനായ എലിയാസറിന്റെയും നൂന്റെ മകനായ യോശുവയുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അടുത്ത് ചെന്ന്, ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ യഹോവ മോശെയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് ഒരു അവകാശം കൊടുത്തു. ഇങ്ങനെ മനശ്ശെയുടെ പുത്രിമാർക്ക് അവന്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട് മനശ്ശെയ്ക്ക് യോർദാനക്കരെ ഗിലെയാദ് ദേശവും ബാശാനും കൂടാതെ 10 ഓഹരി കിട്ടി. മനശ്ശെയുടെ ശേഷം പുത്രന്മാർക്ക് ഗിലെയാദ് ദേശം കിട്ടി. മനശ്ശെയുടെ അതിരോ ആശേർ മുതൽ ശേഖേമിന് കിഴക്കുള്ള മിക്മെദാത്ത് വരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏൻ തപ്പൂഹയിലെ നിവാസികളുടെ അടുക്കലോളം നീണ്ടു കിടക്കുന്നു. തപ്പൂഹ് ദേശം മനശ്ശെയ്ക്കുള്ളതായിരുന്നുവെങ്കിലും മനശ്ശെയുടെ അതിരിലുള്ള തപ്പൂഹ് പട്ടണം എഫ്രൈമർക്കുള്ളതായിരുന്നു. പിന്നെ ആ അതിർ കാനാ തോട്ടിലേക്ക് തോട്ടിന്റെ തെക്കുകൂടി ഇറങ്ങുന്നു. ഈ പട്ടണങ്ങൾ മനശ്ശെയുടെ പട്ടണങ്ങൾക്കിടയിൽ എഫ്രൈമിനുള്ളവ. മനശ്ശെയുടെ അതിർ തോട്ടിന്റെ വടക്കു വശത്തുകൂടി ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. തെക്കുഭാഗം എഫ്രൈമിനും വടക്കുഭാഗം മനശ്ശെയ്ക്കും ഉള്ളത്. സമുദ്രം അവന്റെ അതിർ ആകുന്നു. അത് വടക്കു ആശേരിനോടും കിഴക്ക് ഇസ്സാഖാരിനോടും തൊട്ടിരിക്കുന്നു. ഇസ്സാഖാരിലും ആശേരിലും മനശ്ശെയ്ക്ക് ബേത്ത് ഷെയാനും അതിന്റെ അധീന നഗരങ്ങളും, ഇബ്ലെയാമും അതിന്റെ അധീന നഗരങ്ങളും, ദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, ഏൻ ദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, താനാക് നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, മെഗിദോ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു. 3 മേടുകൾ തന്നെ. എന്നാൽ മനശ്ശെയുടെ മക്കൾക്ക് ആ പട്ടണങ്ങളിലെ നിവാസികളെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിച്ചു. അനന്തരം യോസഫിന്റെ മക്കൾ യോശുവയോട്, യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ ഒരു വലിയ ജനമായി തീർന്നിരിക്കുക, ഒരു നറുക്ക് ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നത് എന്ത് എന്ന് ചോദിച്ചു. യോശുവ അവരോട്, നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ എഫ്രയീം പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് കാട്ടുപ്രദേശത്ത് നിന്ന് പെരിശരുടെയും മല്ലന്മാരുടെയും വിദേശത്ത് കാട് വെട്ടി സ്ഥലമെടുത്ത് കൊള്ളുവീൻ എന്ന് ഉത്തരം വന്നു. അതിന് യോസഫിന്റെ മക്കൾ, മലനാട് ഞങ്ങൾക്ക് പോരാ. ബേത്ത് ഷെയാനിലും അതിന്റെ അധീന നഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരയിലും ഇങ്ങനെ താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കന്യാന്മാർക്കൊക്കെ ഇരുമ്പ് രഥങ്ങളുണ്ട് എന്ന് പറഞ്ഞു. യോശുവ യോസഫിന്റെ കുലമായ എഫ്രൈമിനോടും മനശ്ശെയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്കൊരു ഓഹരി മാത്രമല്ല വരേണ്ടത്, മലനാട് നിനക്കുള്ളതായിരിക്കണം. അത് കാടാവുന്നുവെങ്കിലും നിങ്ങൾ അത് വെട്ടിത്തെളിക്കണം. അതിന്റെ അതിർത്തി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പ് രഥങ്ങളുള്ളവരും ബലവാന്മാരും ആകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും.